പ്രിയമുള്ളവരെ, മലയാള ഭാഷയിൽ 18ാം നൂറ്റാണ്ടിലെ ഹാസ്യ കവികളിൽ പ്രമുഖനായിരുന്നു കുഞ്ചൻ നമ്പ്യാര്. ഒരു കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവും കുഞ്ചൻ നമ്പ്യാര് തന്നെയെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇദ്ദേഹം യമദേവൻ ഇല്ലാത്തൊരു കാലമുണ്ടായാൽ എന്തായിരിക്കും ഭൂമിയിലെ സ്ഥിതിയെന്ന് ഭാവനയിൽ കണ്ട് അതിനെ തൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ പൊതിഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് കാലനില്ലാത്ത കാലം എന്ന കവിത. ഈ കവിത നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വട്ടം കൂടി നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലൂടെ എന്ന ഒരു പംക്തി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ ആ പംക്തിയിൽ ഇന്ന് ഈ കവിതയാണ് നമ്മളെല്ലാവരും കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളോരപ്പുപ്പന്മാരുമിപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പുപ്പനവർക്കുണ്ട് കഞ്ഞിക്ക് വകയില്ല, വീടുകളിലൊരിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 10-100 പറ വെച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ടത്രമാത്രം 2 വറ്റ് വിളമ്പുമ്പോൾ എത്തുമെല്ലാം. 10 കോടി ജനമുണ്ട് പല്ലുപോയിട്ടൊരു വീട്ടിൽ, കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുന്നു. കണ്ണിലെ പോളകൾ പോലും നരച്ചുള്ള നരന്മാർക്ക് എണ്ണമില്ലീ വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം. കണ്ണു കാണാത്തവർ പിന്നെ കാതു കേളാത്തവർ നന്നേ, കിണ്ണനേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട്. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകുന്നതുമില്ല. പത്തനങ്ങൾക്കിടം പോരാഞ്ഞെത്ര ദുഃഖം മനുഷ്യർക്ക്. പാട്ടുകാർക്കു വിശന്നിട്ട് സ്വരവും ഭർഭരമായി, നാട്ടിലെങ്ങും ഒരു കാശും ലഭിപ്പാനും വകയില്ല. പാട്ടുകേട്ടാൽ ആർക്കു സൗഖ്യം പട്ടിണിയായി കിടക്കുമ്പോൾ, ഊട്ടുകേട്ടാൽ തല പൊക്കും അതു കേൾപ്പാനുമിങ്ങില്ല. പാട്ടുകേട്ടാൽ ആർക്കു സൗഖ്യം പട്ടിണിയായി കിടക്കുമ്പോൾ, ഊട്ടുകേട്ടാൽ തല പൊക്കും അതു കേൾപ്പാനുമില്ലെങ്ങും.